കഴിഞ്ഞ ദിവസമാണ് മലയാളികളെ ഞെട്ടിച്ച് കുവൈറ്റിലെ ദമ്പതികൾ ആത്മഹത്യ ചെയ്ത എന്ന വിവരം പുറം രാജ്യം അറിയുന്നത്. നേഴ്സുമാരായ ദമ്പതികളാണ് ആത്മഹത്യ ചെയ്തത്. എന്നാൽ ഇത് വെറും ഒരു ആത്മഹത്യ മാത്രമല്ല, ഇതിൽ ഒരു കൊലപാതകം ഒളിച്ചിരിപ്പുണ്ടെന്നാണ് പോലീസിന്റെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഭർത്താവ് സ്വയം ജീവൻ ഒടുക്കിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കഴുത്തറുത്ത നിലയിൽ ഭാര്യയെ കണ്ടെത്തിയ പോലീസ് തന്നെ ഒന്ന് ഞെട്ടി. ആത്മഹത്യയാണോ കൊലപാതകമാണോ ഇതിന്റെ പിന്നിലെന്നും ഇപ്പോഴും വ്യക്തമാകാത്ത നിഗമനത്തിലാണ് പോലീസ്. എന്നാൽ തെളിവുകൾ വ്യക്തമാക്കുന്നത് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്നതാണ്. എന്തിനാണ് ഇവർ ആത്മഹത്യ ചെയ്ത എന്ന ചോദ്യം നിലനിൽക്കുമ്പോൾ, ഇവരുടെ കുട്ടികളെ കേരളത്തിലാക്കിയതിനു ശേഷം തിരിച്ച് കുവൈറ്റിലെത്തി രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമാണോ എന്ന ചോദ്യവും ഒപ്പം തന്നെ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ ഇത്തരത്തിലുള്ള വർദ്ധിച്ചു വരുന്ന കൊലപാതക ശ്രമങ്ങളും ആത്മഹത്യ പ്രേരിതമായ പല മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ജോലി ചെയ്യാതെ ഓസ്ട്രേലിയയിലേക്ക് മാറി താമസിക്കുന്നതിന് വേണ്ടിയും ജോലി ശരിയായ സാഹചര്യത്തിൽ മറ്റാരെങ്കിലുമാണോ ഇവരെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളതും വ്യക്തമാകാത്ത ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാകാത്ത ഒരു സംശയമായി നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് നേഴ്സുമാരായ ദമ്പതികളുടെ മരണവിവരം അറിയിക്കുന്നത്. ഫ്ളാറ്റിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഭാര്യയും കുറച്ച് മാറി ഭർത്താവിന്റെ ശവശരീരവുമാണ് പോലീസ് കണ്ടെടുത്തത്. ഇതിന്റെ പിന്നിലെ വ്യക്തമായ കാരണവും അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നും പോലീസ് കൃത്യമായി തന്നെ അന്വേഷിച്ചു വരികയാണ്. എന്തായാലും നാടിനെ നടുക്കിയ ഈ ഒരു കൊലപാതകം കുവൈറ്റിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. എന്നാൽ കേരളത്തിലേക്ക് ഇവരുടെ ബോഡി എത്തുമ്പോൾ ഇനി എന്തെല്ലാം സ്ഥിതിഗതികളാണ് പുറം ലോകം അറിയാൻ പോകുന്നതെന്നും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുട്ടികളെ രണ്ടുപേരെയും കേരളത്തിലാക്കിയ ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളതും വ്യക്തമാണ്. കാരണം ഇവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ ഈ കൊലപാതകങ്ങളും മരണങ്ങളും എന്നുള്ളതും നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും നാടിനെ നടുക്കിയ ഈ കൊലപാതക വിവരം ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കണം. വ്യാഴാഴ്ച രാവിലെയാണ് കുവൈറ്റിനെ നടുക്കിയ മലയാളി നേഴ്സ് ദമ്പതികളുടെ മരണം പുറംലോകം അറിയുന്നത്. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിന് സമീപമുള്ള ഫ്ളാറ്റിലാണ് മലയാളി നേഴ്സ് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എറണാകുളം സ്വദേശികളായ സൂരജ്, ബിൻസി ദമ്പതികളാണ് മരണപ്പെട്ടത്. രണ്ടുപേരും കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിലെ ജീവനക്കാരായിരുന്നു. കീഴിലം മണ്ണൂർ കുഴൂർ കട്ടക്കയം തോമസിന്റെയും അന്നമ്മയുടെയും മകളാണ് ബിൻസി. കീഴിലത്തിന് സമീപത്തുള്ള കുന്നുകുരുമീടിലായിരുന്നു കുടുംബം ആദ്യം താമസിച്ചിരുന്നത്. പിന്നീടാണ് കീഴിലത്തേക്ക് മാറിയത്. ദമ്പതികൾക്ക് 7ഉം 4ഉം വയസ്സുള്ള 2 കുട്ടികളുമുണ്ട്. ഇരുവരും തമ്മിൽ പലപ്പോഴും കലഹം ഉണ്ടാകാറുണ്ടെന്നാണ് കുവൈറ്റിലെ അയൽ വീട്ടുകാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ വഴിയിൽ വെച്ചും ഇരുവരും തമ്മിൽ വഴക്കുണ്ടായിരുന്നുവെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഈജിപ്തുകാരനായ കെയർടേക്കർ വന്ന് വാതിൽ തുറന്നപ്പോഴാണ് കൊലപാതക വിവരം പുറം ലോകം അറിയുന്നത്. പോലീസ് റിപ്പോർട്ട് പ്രകാരം അയൽക്കാർ സംശയത്തെ തുടർന്ന് ഫ്ളാറ്റ് സെക്യൂരിറ്റിയെ വിവരം അറിയിക്കുകയും തുടർന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓപ്പറേഷൻസ് റൂമിലേക്ക് വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു. തുടർന്നാണ് ഫർവാനിലെ പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തുന്നത്. പോലീസ് അബ്ബാസിയയിലെ ഫ്ളാറ്റിൽ പോയി ഡോറിൽ മുട്ടിയപ്പോൾ ആരും വാതിൽ തുറന്നില്ല. തുടർന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അനുമതി വാങ്ങി ഡോർ തകർത്ത് അപ്പാർട്ട്മെന്റിൽ പ്രവേശിച്ചപ്പോഴാണ് 2 മൃതദേഹങ്ങൾ പോലീസ് കണ്ടെടുക്കുന്നത്. ആദ്യത്തേത് കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയ ഒരു സ്ത്രീയുടേതാണ്. അവരുടെ രക്തം ഹാളിൽ നിറഞ്ഞിരുന്നു. തിരച്ചിലിന് ശേഷം മറ്റൊരു മൃതദേഹവും കണ്ടെത്തിയെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തതാണെന്നാണ് നിഗമനമെന്നും പോലീസ് റിപ്പോർട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. രാത്രിയിൽ ദമ്പതികൾ തമ്മിൽ വഴക്കിടുന്നതിന്റെയും സ്ത്രീ നിലവിളിക്കുന്നതിന്റെയും ശബ്ദം കേട്ടതായി അയൽക്കാർ മൊഴി നൽകുകയും ചെയ്തു. എന്നാൽ വാതിൽ അടച്ചിരുന്നതിനാൽ അവർക്ക് ഇടപെടാൻ സാധിച്ചില്ല എന്നും പോലീസിനോട് അയൽക്കാർ വിശദീകരിച്ചിട്ടുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർ 2 മൃതദേഹങ്ങളും പരിശോധിച്ച ശേഷം അപകട സ്ഥലത്ത് വിരലടയാളം എടുക്കുന്നതിനും 2 മൃതദേഹങ്ങൾ ഫോറൻസിക് മെഡിസിൻ വകുപ്പിലേക്ക് മാറ്റുന്നതിനും ഉത്തരവിടുകയും ചെയ്തു. ദിവസങ്ങൾക്ക് മുമ്പാണ് 2 പേരുടെയും മക്കളായ എഡ്വിൻ എന്നിവരെ നാട്ടിലാക്കി ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് ശേഷം തിരിച്ച് ദമ്പതികൾ കുവൈറ്റിലെത്തിയത്. 2 പേരും കുവൈറ്റിലെ ജോലി അവസാനിപ്പിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തിയാക്കി യാത്രയ്ക്ക് ഒരുങ്ങുന്നതിനിടെയാണ് സംഭവം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി മക്കളെ നാട്ടിലെ സ്കൂളിൽ ചേർത്ത് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഇവർ കുവൈറ്റിൽ തിരിച്ചെത്തുന്നത്. മരണപ്പെട്ട സൂരജ് ആരോഗ്യ മന്ത്രാലയത്തിലെ ജാബർ ആശുപത്രിയിലും
ബിൻസി പ്രതിരോധ മന്ത്രാലയത്തിലെ സ്റ്റാഫ് നഴ്സുമായിരുന്നു. മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ്. പുറം രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകവും ആത്മഹത്യയും ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ്. അതും ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി തുടർന്നതിന് ശേഷം. ദമ്പതികൾ ആത്മഹത്യ ചെയ്തതാണോ അതോ കൊലപാതക ശ്രമമായിരുന്നോ എന്നുള്ളതും വ്യക്തമായിട്ടില്ല. കയ്യബദ്ധം പറ്റിയതാണെന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. എന്നാൽ പോലും സംശയങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് യഥാർത്ഥ കാര്യമെന്ന് ഇപ്പോഴും പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും ആത്മഹത്യാ ശ്രമങ്ങളും കേരളത്തിലും വർദ്ധിച്ചു വരികയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല.